ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ മല്ലിക്കുട്ടി വാലിബൻ 6 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ചൊവ്വാഴ്ച വരെയുള്ള കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ തന്നെ സിനിമയുടെ കർണാടക കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 1,16,00,000 സിനിമയുടെ കർണാടക ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം കേരളത്തിൽ ഇന്നലെ നാം പ്രതീക്ഷിച്ച 30 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷൻ തന്നെയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ആകെ 6 ദിവസങ്ങൾ കൊണ്ട് മല്ലിക്കുട്ടി വാലിബൻ കേരളത്തിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത് 11,85,00,000 ലക്ഷം ഗ്രോസ് കളക്ഷനാണ്. ഇന്നത്തോടെ കേരളത്തിൽ നിന്നും 12 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ കടക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഏകദേശം 2.5 കോടി രൂപയ്ക്ക് അടുത്താണ് നിലവിൽ ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത്. അതിൽ 1,16,00,000 രൂപയും കർണാടകത്തിൽ നിന്നാണ്. മല്ലിക്കുട്ടി വാലിബൻ എന്ന സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് 14 കോടിയോളം രൂപയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ കൃത്യമായ ഒരു ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും 12 കോടി രൂപയിലേക്ക് അടുത്തേക്ക് എത്തിയിരിക്കുന്നു മല്ലിക്കുട്ടി വാലിബൻ എന്നാണ് നിലവിൽ അൺഒഫീഷ്യലായിട്ട് പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ 25 കോടി രൂപയ്ക്ക് മുകളിലേക്ക് മല്ലിക്കുട്ടി വാലിബന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ അങ്ങനെ എത്തപ്പെട്ടിരിക്കുകയാണ്. 6 ദിവസങ്ങൾ കൊണ്ട് 25 കോടി കളക്ഷൻ എന്ന് പറയുന്നത് പല മലയാളം സിനിമകളുടെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ അതൊരു മികച്ച കളക്ഷൻ എന്ന് പറയാം. പക്ഷേ ഇവിടെ മല്ലിക്കുട്ടി വാലിബൻ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ചിത്രം തിയേറ്ററുകളിൽ ആദ്യ ദിവസം തന്നെ പരാജയം ഉറപ്പാക്കിയ സിനിമയാണ്. ഇപ്പോഴത്തെ അത് ശരിവയ്ക്കുന്ന ഒരു കളക്ഷനാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മല്ലിക്കുട്ടി വാലിബന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ച സിനിമയുടെ ആദ്യ ഷോ മുതൽ തന്നെ ഉണ്ടല്ലോ. വാലിബന്റെ രണ്ടാം ഭാഗം ആദ്യ ഭാഗം പരാജയപ്പെടുകയാണെങ്കിൽ ഉണ്ടാവില്ല എന്നാണ് പലരുടെയും, അതായത് ലാലേട്ടൻ വിമർശകരുടെ എല്ലാം തന്നെ അഭിപ്രായമെങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തെ ലിജോയുടെയും ഒപ്പം സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് തിരക്കഥാകൃത്ത് പറഞ്ഞിരിക്കുന്നത് സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നാണ് താൻ വിചാരിക്കുന്നത്, അതിലൊരു മാറ്റവും ഇല്ല എന്നാണ്. അതേസമയം ലിജോ പറഞ്ഞിരിക്കുന്നത് രണ്ടാം ഭാഗം സംഭവിക്കുകയാണെങ്കിൽ അത് ആദ്യ ഭാഗത്തേക്കാൾ വലിയൊരു ക്യാൻവാസിലുള്ള സിനിമയായിരിക്കും, ആദ്യ ഭാഗത്തേക്കാൾ കൂടുതൽ വലിയ കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയെല്ലാം തന്നെ ആയിരിക്കുമെന്നാണ് ലിജോയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ രണ്ടാം ഭാഗത്തിനുള്ള സാധ്യതകൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ നിലനിർത്തുന്നുണ്ട്. ഇനി അത് ലാലേട്ടൻ പറയുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഇതിനോടകം തന്നെ മല്ലിക്കുട്ടി വാലിബന്റെ ആദ്യ ഭാഗം എന്തോ വലിയൊരു പരാജയം, വലിയൊരു നഷ്ടം ഉണ്ടാക്കിയ എന്ന രീതിയിലാണ് ആളുകളുടെ സംസാരം എങ്കിൽ പോലും രണ്ടാം ഭാഗത്തിന്റെ പ്രഖ്യാപനത്തോടെ പലരുടെയും വായ അടയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വാലിബന്റെ തിയേറ്റർ റണ്ണിനും OTT റിലീസിന് ശേഷവും നാം കൂടുതലായിട്ട് സിനിമയെക്കുറിച്ച് അറിയാനായിട്ട് കാത്തിരിക്കുന്നത് വാലിബന്റെ രണ്ടാം ഭാഗത്തിനായിട്ടാണ്. കാത്തിരിക്കൂ, കൂടുതൽ വാർത്തകൾ കേട്ടാം.